വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യ ശരീരം ബലി കൊടുക്കുന്നവർ, കരയുന്ന കുഞ്ഞുങ്ങളെ തലയ്ക്കടിച്ചു കൊല്ലുന്നവർ, എതിരെ നിൽക്കുന്നവരെ സൈനൈഡ് കൊടുത്ത് ഇല്ലാതാക്കൽ, ഇങ്ങനെ എത്രയോ കൊലപാതക വാർത്ത കേട്ട് ഞെട്ടിയവരാണ് നമ്മൾ. ഇപ്പോൾ ഇതാ സ്ത്രീകളെ ഇരുട്ടിന്റെ മറവിൽ കൊന്നുതള്ളുന്ന പുതിയ സീരിയൽ കില്ലറിന്റെ പിറകിലാണ് ലോകം. ഉത്തർപ്രദേശിലെ ബറേലിയിൽ വീണ്ടും ഭീതി വിതച്ച് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള സാരി കൊലപാതക പരമ്പര തുടരുകയാണ്. കഴിഞ്ഞ 13 മാസങ്ങൾക്കിടെ 9 സ്ത്രീകളെയാണ് അജ്ഞാതനായ വ്യക്തി കൊലപ്പെടുത്തിയത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂലൈ 2-ന് അനിത എന്ന സ്ത്രീയുടെ കൊലപാതകം കൂടി നടന്നതോടെയാണ് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ രേഖാചിത്രം ബറേലി ജില്ലാ പോലീസ് പുറത്തുവിട്ടത്. ഷാഹി, ശീഷ്ഗഡ്, ഷർഗഡ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 8 സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടത്. ഇവരെ കൊലപ്പെടുത്തിയ രീതി പരിശോധിച്ച പോലീസ് കൃത്യത്തിന് പിന്നിൽ ഒരു പരമ്പര കൊലയാളിയാകാമെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം സ്ത്രീകളെയും അവർ ധരിച്ചിരുന്ന സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കരിമ്പ് തോട്ടങ്ങളിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ പരിശോധിച്ചതിൽ ലൈംഗിക അതിക്രമത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടുമില്ല. 45-നും 65-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് കൊല്ലപ്പെട്ടവർ. ഇതോടെ ഇന്ത്യയിൽ സീരിയൽ കില്ലിംഗ് വീണ്ടും ചർച്ചയാവുകയാണ്. പൈശാചികമായ പല കൊലപാതകങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സംഭവം അത്തരം സീരിയൽ കൊലപാതകങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള 10 കൊലപാതകങ്ങളെ ഓർമ്മപ്പെടുത്താം. 1. കേരളത്തിൽ നടന്ന നരബലി. 2022-ലെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു എലന്തൂർ നരബലി കേസ്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ നരബലിയുടെ ഭാഗമായി 2 സ്ത്രീകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവത്തോടെയാണ് നരബലിയിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ടെന്ന കാര്യം പുറം ലോകം അറിയുന്നത്. എലന്തൂരിൽ 2 ഇടങ്ങളിലായി സംസ്കരിക്കുന്നതിന് മുമ്പ് മരിച്ചവരുടെ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി, മാത്രവുമല്ല കൊലപാതകത്തിന് ശേഷം ഇരയുടെ ശരീരം വികൃതമാക്കുകയും 56 കഷ്ണങ്ങളാക്കി മുറിക്കുകയും ഒരാളുടെ സ്ഥാനങ്ങൾ ഛേദിക്കുകയും ചെയ്ത കൊലപാതകം കൂടിയായിരുന്നു ഇത്. 2 പേരെയും കഴുത്തറത്താണ് കൊലപ്പെടുത്തിയത്. കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരെ അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക പുരോഗതിയായിരുന്നു ഇവരുടെ ലക്ഷ്യം. 2. കർണാടകയിലെ പ്രതികാര കൊലപാതകം. 2022 ജൂണിൽ കർണാടക പോലീസിന് 2 സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ 25 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ലഭിക്കുകയുണ്ടായി. സമീപത്തെ കനാലുകൾക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ 2 മൃതദേഹങ്ങളുടെ ഒരു സാമ്യമാണ് പോലീസുകാരെ ഒരു ദിശയിൽ ചിന്തിപ്പിച്ചത്. ഈ 2 മൃതദേഹങ്ങളും ശരീരത്തിന്റെ മുകൾ ഭാഗം ഇല്ലായിരുന്നു. താഴത്തെ ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടെടുക്കപ്പെട്ടത്. ചാമരാജ് നഗറിൽ നിന്ന് കാണാതായ സ്ത്രീയുടെ കുടുംബത്തെ ആഴ്ചകളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ടുകിട്ടിയത്. ഇതോടെയാണ് ഫോൺ രേഖകൾ ഉപയോഗിച്ച് കുറ്റവാളികളിലേക്ക് പോലീസ് എത്തിപ്പെടുന്നത്. 35-കാരനായ ടി സിദ്ധലിംഗപ്പയും കാമുകി ചന്ദ്രകലയും ചേർന്നാണ് 3 സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി സമ്മതിച്ചത്. ചന്ദ്രകലയെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ട 5 സ്ത്രീകൾ കൂടി തങ്ങളുടെ ടാർഗറ്റ് ലിസ്റ്റിലുണ്ടെന്ന് ഇരുവരും പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. 3. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യക്കാരനായ ഒരു 8 വയസ്സുകാരനാണ്. ബീഹാറിലെ മുഷഹർ സ്വദേശിയായ 8 വയസ്സ് പ്രായമുള്ള അമർജിത് സദ സ്വന്തം സഹോദരിയടക്കം 3 പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 7 വയസ്സുകാരനെ ജയിലിൽ അടയ്ക്കുന്നതിന് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ശക്തമായിരുന്നില്ല. ചിൽഡ്രൻസ് ഹോമിൽ 16 വയസ്സ് വരെ ജീവിച്ച അമർജിത്തിന് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ലഭിച്ചതായാണ് വിവരം. സ്വഭാവത്തിലെ വൈരുദ്ധ്യവും സാഡിസ്റ്റുമാണെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചെങ്കിലും 16-ാം വയസ്സിൽ അമർജിത്ത് ജുവനൈൽ ഹോമിൽ നിന്ന് പുറത്തു വന്നു. എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ പുതിയ പേരിൽ അയാൾ നമുക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ 20കളിലാണ് അമർജിത്ത് ഉള്ളത്. എന്നാൽ എവിടെയാണെന്നോ പുതിയ പേരെന്താണെന്നോ കാണാൻ എങ്ങനെയാണെന്നോ ഉള്ള ഒരു വിവരവും അമർജിത്തിനെ കുറിച്ച് നമുക്ക് ലഭ്യമല്ല. 4. കൊലയാളി സഹോദരിമാർ. ഇന്ത്യയെ ആകെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകം നടന്നത് മഹാരാഷ്ട്രയിലാണ്. രേണുക ഷിൻഡെയും സീമ ഗാവിത്തും അവരുടെ അമ്മ അഞ്ജന ബായിയും ചേർന്നാണ് ഇവിടെ കൊലപാതകം നടത്തിയത്. 5 വയസ്സിൽ താഴെയുള്ള 13 കുട്ടികളെ വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് തട്ടിക്കൊണ്ടുപോയി ഭിക്ഷയ്ക്കിരുത്തിയാണ് ഇവർ ജീവിച്ചിരുന്നത്. അവരെ ചെറിയ മോഷണത്തിന് പ്രേരിപ്പിക്കുകയും ഒപ്പം ഭിക്ഷാടനവും നടത്തും. കുട്ടികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ സഹകരിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്തപ്പോൾ അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു. ഒരിക്കൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടന്ന് കരഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വൈദ്യുത തൂണിൽ നിന്ന് തലകീഴായി തൂക്കിയിട്ടാണ് കൊന്നുകളഞ്ഞത്. മറ്റൊരു പിഞ്ചുകുഞ്ഞിന്റെ തല ഭിത്തിയിൽ ശക്തമായി ഇടിച്ചാണ് കൊന്നത്. 1990-നും 1996-നും ഇടയിൽ ഇവർ നടത്തിയ ആ നരവേട്ട ഒടുവിൽ പിടിക്കപ്പെട്ടു. അഞ്ജനാബായി ആരോഗ്യനില മോശമായതിനാൽ ജയിലിൽ വെച്ചാണ് മരിക്കുന്നത്. സഹോദരിമാർക്ക് വധശിക്ഷയും വിധിച്ചു. ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വധശിക്ഷാ വിധി നേടിയ സ്ത്രീകൾ. കുപ്രസിദ്ധ കശാപ്പുകാരൻ. ബീഹാറിൽ നിന്നും കുടിയേറ്റ തൊഴിലാളിയായ ചാ ഡൽഹിയിൽ 20ഓളം കുടിയേറ്റ തൊഴിലാളികളെ കൊന്ന് അവരുടെ ശരീരം വെട്ടിമുറിച്ചു കഷ്ണങ്ങളാക്കി കൊട്ടകളിൽ നിറച്ച് സൂക്ഷിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വർഷങ്ങളോളം തീഹാർ ജയിലിന് പുറത്ത് തള്ളിയെന്നാണ് ഈ കേസ്. ഇന്നും അയാൾ ജയിലിൽ തന്നെയാണ്. സൈനൈഡ് മല്ലിക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലറാണ് സൈനൈഡ് മല്ലിക. 1999-നും 2007-നും ഇടയിൽ സൈനൈഡ് മല്ലിക എന്ന കുപ്രസിദ്ധമായി വിളിക്കപ്പെടുന്ന KD കെമ്പമ്മ
6 സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത്. ബാംഗ്ലൂരുവിലെ ക്ഷേത്രത്തിലെ സ്ത്രീ ഭക്തരെ അവർ ലക്ഷ്യമിട്ട് പൂജകൾ നടത്താൻ പ്രേരിപ്പിച്ചു. സൈനൈഡ് ഉപയോഗിച്ച് 2007 ഇരകളെ വിഷം നൽകി കൊലപ്പെടുത്തിയതിന് അവളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും കഠിനമായ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. പീഡോഫീലിയയും കച്ചവടവും. നോയിഡയിലെ സമ്പന്നനായ വ്യവസായിയ മൊഹീന്ദർ സിംഗ് പന്തർ തന്റെ വീട്ടുജോലിക്കാരനായ സുരീന്ദർ കോഹ്ലിയുമായി ചേർന്ന് 2005-2006 കാലഘട്ടത്തിൽ നിതാരി ഗ്രാമത്തിൽ നിന്ന് 16 കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത്. അവയവക്കടത്ത്, ബലാത്സംഗം, പീഡോഫീലിയ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടത്. നരഭോജനം പോലും ഇവർ നടത്തിയെന്നാണ് കേസ്. 2017 ഇരുവർക്കും കോടതി വധശിക്ഷ വിധിച്ചത്. തന്തൂരി കൊലപാതകം. 1995 ജൂലൈ 2 29-കാരിയായ സാനിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യുവനേതാവായ ഭർത്താവ് സുശീൽ ശർമ്മ കൊലപ്പെടുത്തി. വിചാരണ കോടതിയും ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും സുശീൽ ശർമ്മയെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 2013 ഒക്ടോബറിൽ ശർമ്മയുടെ വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി ഇളവ് ചെയ്തു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സുശീൽ അവളുടെ മൃതദേഹം ഒരു പ്രാദേശിക ഭക്ഷണശാലയിലെ തന്തൂരിൽ, അതായത് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയാണ് ഈ കൊലപാതകം തന്തൂരി കൊലപാതകമെന്ന് അറിയപ്പെട്ടത്. 33 പേരെ കൊന്ന കൊലപാതകി. ഭോപ്പാലിലെ ഒരു സാധാരണ തയ്യൽക്കാരൻ 33 പേരെ കൊന്ന വാർത്ത നടുക്കത്തോടെയാണ് രാജ്യം മുഴുവൻ കേട്ടത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമ്പര കൊലയാളിയായ രാമൻ രാഘവൻ കഴിഞ്ഞാൽ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ 2ാം സ്ഥാനം ആദേശ് ഗംറ എന്ന ഈ തയ്യൽക്കാരനാണ്. മറ്റുള്ളവരോട് സൗമ്യമായി ഇടപഴകുന്ന ആളാണ് ആദേശ്. ലോറി ഡ്രൈവറുമായി ചങ്ങാത്തം കൂടിയ ശേഷം ഇയാൾ അവർക്ക് മദ്യം നൽകി ബോധം കെടുത്തും. ചിലപ്പോൾ മദ്യത്തിൽ വിഷം ചേർക്കും. ശേഷം ഇരയുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് ശരീരം കയറുപയോഗിച്ച് കെട്ടിയിടും. അനുയോജ്യമായ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയോ കൊക്കയിൽ തള്ളുകയോ ചെയ്യും. സൈക്കോ രാമൻ. 1960-കളിൽ മുംബൈ ചേരി നിവാസികളുടെ പേടി സ്വപ്നമായിരുന്നു സൈക്കോ രാമൻ എന്നറിയപ്പെട്ടിരുന്ന രാമൻ രാഘവ്. ഒരു ബാറ്റൺ ഉപയോഗിച്ച് തന്റെ ഇരകളെ തല്ലുകയും ശേഷം കൊല്ലുകയും ചെയ്ത കൊലപാതകി. അറസ്റ്റിലായ ശേഷമാണ് അദ്ദേഹത്തിന് ഷീസോഫ്രീനിയ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. പോലീസിനോട് താൻ 23 വരെ കൊലപ്പെടുത്തിയതായി ഇയാൾ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ മാനസികാസ്വസ്ഥമുള്ള ആളാണെന്ന വസ്തുത കണക്കിലെടുത്ത് ഇയാളുടെ മൊഴി വളരെ സംശയാത്മകമായാണ് തുടരുന്നത്. 1995 വൃക്ക തകരാറിലായ അദ്ദേഹം മരിക്കുകയും ചെയ്തു.